വിശദമായ വാർത്തകൾ നോക്കാം. CPIM-നെതിരെ വിമർശനവുമായി സമസ്ത മുഖപത്രം. സംഘപരിവാറിന് CPM മണ്ണൊരുക്കുന്നുവെന്ന് സുപ്രഭാതം. എ വിജയരാഘവന്റെ പ്രസ്താവന CPIM-ന്റെ ഹിന്ദുത്വ അനുകൂല നിലപാടിന്റെ ഉദാഹരണമെന്നും സുപ്രഭാതത്തിൽ വിമർശനം. വിവരങ്ങളുമായി റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, എ വിജയരാഘവനെ പോലുള്ളവരെ തിരുത്താതെ CPM-ന്റെ കാലിലെ മണ്ണൊലിച്ചു പോകുന്നത് തിരിച്ചറിയാൻ കഴിയില്ല എന്നാണ് സുപ്രഭാതത്തിൽ വിമർശനം വന്നിരിക്കുന്നത്. നേരത്തെ പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സരിന് വലിയ പിന്തുണ അറിയിച്ചുകൊണ്ട് പരസ്യമടക്കം സുപ്രഭാതത്തിൽ വന്നിരുന്നു. ഇത്തരത്തിൽ വിവാദങ്ങളുമായി ആകെ കുഴഞ്ഞിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ പുതിയ മുഖപ്രസംഗം വരുന്നത്. എന്താണ് മുഖപ്രസംഗത്തിന്റെ ഉള്ളടക്കം? അതുല്യ, ഈ സുപ്രഭാതത്തിന്റെ ഇന്നത്തെ മുഖപ്രസംഗത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എ വിജയരാഘവൻ നടത്തിയ ഒരു പ്രസംഗമാണ്. വയനാട്ടിൽ നടത്തിയ പ്രസംഗമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വിജയം മുസ്ലിം വർഗീയ വോട്ടുകളുടെ പിൻബലത്തിലാണ് എന്നുള്ള ആ വാക്കുകൾ അത് വലിയ രീതിയിൽ പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. ഒപ്പം തന്നെ ഈ മുസ്ലിം സാമുദായിക സംഘടനകളെ അടക്കം വലിയ രീതിയിൽ അത് ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം ഇന്ന് എഴുതിയ ഈ മുഖപ്രസംഗം വ്യക്തമാക്കുന്നത്. അതായത് അതിന്റെ ശീർഷകം തന്നെ ഇങ്ങനെയാണ്: CPIM സംഘപരിവാറിന് മണ്ണൊരുക്കുന്നുവോ എന്ന രീതിയിലുള്ള ഒരു ശീർഷകമാണ് അവർ നൽകിയിരിക്കുന്നത്. CPIM വോട്ടിന് വേണ്ടി വർഗീയ രാഷ്ട്രീയം പറയാൻ ഊർജ്ജം ചെലവഴിക്കുകയാണ്. നേരത്തെ തൊഴിലാളികൾക്ക് വേണ്ടി ഊർജ്ജം ചെലവഴിച്ചിരുന്ന CPIM ഇപ്പോൾ അതിന് തയ്യാറാകുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു. അതിന് പകരം വർഗീയ രാഷ്ട്രീയം പറയാനാണ് വോട്ട് ബാങ്കിന് വേണ്ടി തയ്യാറാകുന്നത്. തൃശൂർ പൂരം കലക്കൽ CPIM സംഘപരിവാർ ചങ്ങാത്തത്തിൽ ഒന്നാണ് എന്ന് വ്യക്തമാക്കുന്നു. സംഘപരിവാറിനെ സുഖിപ്പിക്കുന്ന നടപടികൾ സംസ്ഥാന സർക്കാർ തുടരുകയാണെന്ന് അവർ ആരോപിക്കുന്നു. പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ വേണ്ടി മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുകയാണ്. എ വിജയരാഘവന്റെ പ്രസ്താവന CPIM-ന്റെ ഹിന്ദുത്വ അനുകൂല നിലപാടിന്റെ ഉദാഹരണമാണ് എന്ന് പറയുന്നു. ന്യൂനപക്ഷത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും CPIM നേതാക്കൾ വർഗീയത പറയുന്നത് വർദ്ധിച്ചു വരികയാണ് എന്ന് സൂചിപ്പിക്കുന്നു. മുസ്ലിങ്ങൾ സംഘടിച്ചാൽ പോലും CPIM നേതാക്കളുടെ പ്രതികരണം എത്തുന്നത് വർഗീയതയിലേക്കാണ്. അത് പ്രധാനമായും X7 പോലുള്ള കൂട്ടായ്മകൾക്കെതിരായ P മോഹൻ അടക്കമുള്ള നേതാക്കളുടെ വിമർശനത്തെയും അത് സൂചിപ്പിക്കുന്നുണ്ട്. വർഗീയതയുടെ രാഷ്ട്രീയം പറയാൻ A ടീം ഇവിടെ ഉണ്ടെന്നിരിക്കെ അതിന്റെ B ടീം ആവാൻ കേരളത്തിൽ CPIM ശ്രമിക്കേണ്ടതില്ല എന്ന് പറയുന്നു. സംഘപരിവാറിന്റെ B ടീം ആകേണ്ടതില്ല എന്നുള്ള സൂചന നൽകുകയാണ്. അതിൽ CPIM നേതാക്കൾ ഇസ്ലാമോഫോബിയ വളർത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്. വിജയരാഘവന്മാരെ തിരുത്താത്ത ഇടത്തോളം, അതിന് തയ്യാറാവാത്ത ഇടത്തോളം ചവിട്ടി നിൽക്കുന്ന മണ്ണ് സംഘപരിവാറിന്റെ കൂടാരത്തിലേക്ക് ഒലിച്ചു പോകുമെന്നും സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. ഫലത്തിൽ സമസ്തയ്ക്ക് എ വിജയരാഘവന്റെ ആ ഒരു പ്രസ്താവനയിൽ വലിയ അമർഷമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് സുപ്രഭാതത്തിന്റെ ഇന്നത്തെ ഈ മുഖപ്രസംഗം. അതുല്യ. റിയാസ് KM. CPM-നെതിരെ കടുത്ത വിമർശനവുമായി സമസ്ത മുഖപത്രമായ സുപ്രഭാതം. സംഘപരിവാറിന് CPM മണ്ണൊരുക്കുകയാണെന്നും സംഘപരിവാറിന് ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് മണ്ണൊരുക്കാൻ ഒരു A ടീം ഉണ്ടെന്നിരിക്കെ CPM അത്തരത്തിലൊരു B ടീം ആവേണ്ട ആവശ്യകത ഇല്ലെന്നും അടക്കം മുഖപത്രത്തിൽ പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് KM.